മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള വിശേഷൺ ശബ്ദപദങ്ങൾ നോക്കാം. വിശേഷൺ ശബ്ദ്, അതുപോലെ തന്നെ മുഹാവരി, അത് രണ്ടും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതുവരെയുള്ള ചാപ്റ്ററിലുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വിശേഷൺ ശബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു നാമത്തിനെയോ സർവനാമത്തിനെയോ വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. ഇവിടെ ജനറൽ കോച്ചിനെ ജനറൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത് ജനറൽ ആണ്. ജനറൽ എന്നതാണ് അതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത്. ജനറൽ കോച്ചിൽ ജനറലാണ് വിശേഷൻ. ബഹുത്ത് ബഡിയ, വളരെ വലിയ എന്നതിൽ ബഹുത്താണ് അതിൻ്റെ വിശേഷൻ. വലുതിനെ വളരെ വലുത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബഹുത്താണ് എന്തായിട്ട് വരുന്നത്, വിശേഷണമായിട്ട് വരുന്നത്. സഫേദ് തിൽ, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് സഫേദാണ്. സഫേദ് വെളുത്ത എള്ള്, അതിൽ സഫേദാണ് അതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത്. കാലേ മേഘ്, കറുത്ത മേഘം. പാഗൽ ആത്മീ, ഇവിടെ പാഗലാണ് അതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത്. പാഗലാണ് ഭ്രാന്തനായ മനുഷ്യൻ. വിചിത്രഘടന, വിചിത്രമായ സംഭവം. ഇവിടെ വിചിത്രാണ് അതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത്. വിചിത്രഘടന എന്നതിൽ വിചിത്ര. വൈറ്റ് ക്യാപ്പിന് വൈറ്റ്, വെള്ള തൊപ്പി. തീസരി കക്ഷ, 3ാം ക്ലാസ്. തീസരി എന്നതാണ് ഇവിടെ വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. അടുത്തത് മോട്ടെ പേട്, ഇവിടെ വന്നിരിക്കുന്നത് മോട്ടെ എന്നതാണ് ഇവിടെ വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. ഗാലി ഗേത്ത്, ശൂന്യമായ വയൽ, ഇവിടെ ഗാലി എന്നതാണ് ഇവിടെ വിശേഷണ ശബ്ദം. പീലി ധൂപ്, മഞ്ഞ വെളിച്ചം, മഞ്ഞ വെയിൽ, അപ്പം അതെന്താണ്, പീലിയാണ്. സുന്ന് ഓങ്കലിയ, ഇവിടെ സുന്നാണ് ഇവിടെ വിരലിൻ്റെ വിശേഷണ ശബ്ദമായിട്ട് വന്നിരിക്കുന്നത്. ജവാൻ ആത്മി, ഇവിടെ ജവാനാണ് ആത്മിയുടെ വിശേഷണമായിട്ട് വന്നിരിക്കുന്നത്. കോമൾ ആവാസ്, ഇവിടെയോ ആവാസ് ശബ്ദം എന്നതിന് കോമൾ എന്നതാണ് വിശേഷൺ ശബ്ദം. അടുത്തത് പൈതൽ ചലന എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് നടക്കുക. കാൽനടയ്ക്കാണ് പൈതൽ ചലന എന്ന് പറയാം. അപ്പോൾ ഇവിടെ പൈതൽ എന്നതാണ് വിശേഷണ ശബ്ദമായിട്ട് വന്നിരിക്കുന്നത്. ബാരഹ് എന്നതാണ് വിശേഷൺ ശബ്ദം. ബാരഹ് സാൽ പറഞ്ഞ വർഷം. 12 വർഷം. ബഡാ ജോർ, ഇവിടെ എന്താണ്, ബഡ എന്നതാണ് വിശേഷൺ ശബ്ദം. ജൂൽത്തെ ഫാനൂസ്, അപ്പം എന്താണ്, ജൂൽത്തെ എന്നതാണ് ഇവിടെ വിശേഷൺ ശബ്ദമായിട്ട് വന്നിരിക്കുന്നത്. ദബേ എന്നതാണ് അടുത്തത്. അസ്ഥായി ഡേരയിൽ അസ്ഥായിയാണ് അതിൻ്റെ വിശേഷണ ശബ്ദമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിലെല്ലാ വിശേഷണ ശബ്ദം മാത്രം ഒന്ന് നോക്കാം. ജനറൽ, ബഹുത്ത്, സഫേദ്, കാലേ, പാഗൽ, വിചിത്ര, വൈറ്റ്, തീസരി, മോട്ടെ, ഗാലി, പീലി, സുന്ന്, ജവാൻ, കോമൾ, പൈതൽ, ബഡ, ജൂൽത്തെ, ദബേ, അസ്ഥായി. അത്രയാണ് ഇവിടെ വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുഹാവരയാണ്. മുഹാവര ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്.
ഒരു മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ മുഹാവര എന്നത് നിർബന്ധമായിട്ടും വരുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം. സർവനാമവും വിഭക്തി പ്രത്യയവും ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം അതൊരു മാർക്കിന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യമാണ്. 8 മുതൽ 10 വരെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണത്. അതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് മുഹാവരയാണ്. മുഹാവര ദം ഫൂൽന അതിൻ്റെ ആശയം എന്ന് പറയുന്നത് എന്താ? ദം ഫൂൽന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ശ്വസിക്കൽ എന്നാണ്. ദം ഫൂൽന സാസ് ചടന, ശ്വാസം അയക്കുക, ശ്വസിക്കൽ എന്നുള്ള അർത്ഥമാണ്. ബുൻബുനാന ഗുസ്സാഹോന, ബുൻബുനാന ഗുസ്സാഹോന ദേഷ്യപ്പെടുക. ഗുദ്ദി സുൽജന സമസ്യാക്ക സമാധാൻ നികൽന പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഗുദ്ദി സുൽജന എന്ന് പറഞ്ഞാൽ. സമസ്യാക്ക സമാധാൻ നികാൽന. ദിമാഗ് കുതർന, ദിമാഗ് കുതർന പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ദിമാഗ് കുതർന. ധോഖാഗാന, ധോഖാഗാന, ധോഖാഗാന ഭ്രമിത് ഹോന, ധോഖാഗാന ഭ്രമിത് ഹോന ആശയക്കുഴപ്പത്തിലാവുക, വഞ്ചിക്കപ്പെടുക എന്നൊക്കെ ഉള്ള അർത്ഥം. ജാൻ ജോക്കിമേം ഡാൽന സാഹസ് ദിഖാന, ജാൻ ജോക്കിമേം ഡാൽന പറഞ്ഞാൽ സാഹസ് ദിഖാന ധൈര്യം കാണിക്കുക. സാഹസ് ദിഖാന ധൈര്യം കാണിക്കുക. ദിൻകെ കന്തേ ജുക്ന, ദിൻകെ കന്തേ ചുക്ന സന്ധ്യയാവുക. ആംഗേം തരേർന, ആംഗേം തരേർന ദേഷ്യത്തോടെ നോക്കുക. സുയി അടക്കന, സുയി അടക്കന ധ്യാൻ കേന്ദ്രിത കർണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഊൽജലൂൽ ബക്ന വ്യർത്ഥ ബാത്തേ കഹന, ഊൽജലൂൽ ബക്ന പറഞ്ഞാൽ വ്യർത്ഥ ബാത്തേ കഹന അസംബന്ധം പറയുക എന്നതാണ്. ഊൽജലൂൽ ബക്ന എന്ന് പറഞ്ഞാൽ വെറുതെ സംസാരിക്കുക. വാസ്ത പഠാന, വാസ്ത പഠാന വ്യവഹാർക്ക അവസർ ആന പെരുമാറാനുള്ള അവസരം. സിഗുഡ് ജാന, സിഗുഡ് ജാന സങ്കുചിത് ഹോന ലജ്ജ തോന്നുക. സിർ ചിപ്പാന ആശ്രയിപ്പാന, സിർ ചിപ്പാന ആശ്രയിപ്പാന. അത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന മുഹാവരയുള്ളത്. അപ്പം നമ്മൾ ഇന്ന് വിശേഷൺ ശബ്ദം അതുപോലെ തന്നെ മുഹാവരയും നോക്കി. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്, എക്സാം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. വിഭക്തി പ്രത്യയവും സർവനാമവും ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. വഹ് പ്ലസ് ക ഉസ്ക, യഹ് പ്ലസ് ക ഇസ്ക നിങ്ങൾ പഠിച്ചതാണല്ലേ. സർവനാമവും പരസർഗ്, സർവനാം പരസർഗ് അതായത് സർവനാമം വിഭക്തി പ്രത്യയം. വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് കാ കെ കി നേ കോ സേ മേം പറ നിങ്ങൾ പഠിച്ചതാണല്ലേ. മേം തൂ തും ഹം വഹ് യഹ് വേ ഏ ആപ്പ് ജോ കോൻ കോയി എന്നതാണ് സർവനാമം വരുന്നത്. വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് കാ കെ കി കോ മേം പർ, കാ കെ കി നേ കോ സേ മേം പർ കോ കെ ലിയെ ഇതൊക്കെയാണ് എന്ത് വിഭക്തി പ്രത്യയമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട മേം തൂ തും ഹം വഹ് ഈ സർവനാമങ്ങളോട് ഇവിടെ തന്നിരിക്കുന്ന കാക്കേക്കി മുതലായ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം. മേം ഇവിടെ ഉണ്ട്, മേം പിന്നെ അതുപോലെ തന്നെ ഈ കായും. മേം പ്ലസ് ക മേര എന്നാണ് വരിക. മേം പ്ലസ് കെ ആണെങ്കിൽ മേരേ, മേം പ്ലസ് കി മേരി, മേം പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജേ, മേം പ്ലസ് മേം മുജ്മേം, മേം പ്ലസ് പർ മുജ് പർ, മേം പ്ലസ് സേ മുജ്സേ,
മേം പ്ലസ് നെ മുജിനെ. സോറി, മേം പ്ലസ് നെ മേംനെ എന്നാണ് വരിക അല്ലേ. മേം പ്ലസ് നെ മേനെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. മേം പ്ലസ് നെ മേംനെ എന്നാണ് വരിക. മേം പ്ലസ് കാ മേര, മേരെ, മേരി, മുജ്കോ, മുജ്മേ, മുജ്പർ, മുജ്സെ, മേംനെ, മേരെ ലിയെ. അതുപോലെ തന്നെ വഹിന്റെ കൂടെ ക എന്ന വിഭക്തി പ്രത്യയം ചേരുമ്പോൾ വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കെ ഉസ്കെ. അപ്പൊ ഈ വഹ് എന്തായിട്ടാണ് ഇവിടെ മാറുന്നത്? വഹ് ഉസ് ആയിട്ടാണ് മാറുന്നത് അല്ലേ. ബാക്കി നമ്മൾ അവിടെ തന്നിരിക്കുന്ന വിഭക്തി പ്രത്യയം തന്നെ കാ കേ കി അങ്ങോട്ട് ചേർക്കുകയാണ്. കണ്ട, ഉസ് പിന്നെ അതിൻ്റെ കൂടെ കാ ചേർത്തു. അതുപോലെ തന്നെ ഉസിൻ്റെ കൂടെ കെ ചേർത്തു, ഉസിൻ്റെ കൂടെ കീ ചേർത്തു അല്ലേ. എപ്പോഴും എന്താണ്? ഉസ്സാണ്. അപ്പം ഈ വഹ് എപ്പോഴും എന്തായിട്ടാണ് മാറുന്നതെന്ന് ഓർത്ത് വെക്കുക. ഉസ് എന്നായിട്ടാണ് മാറുന്നത്. വഹ് എപ്പോഴും ഉസ്സായിട്ടാണ് മാറുന്നത്. വഹ് അതിൻ്റെ കൂടെ നമ്മൾ വിഭക്തി പ്രത്യയം ചേർക്കുകയാണ്. വഹ് പ്ലസ് ക ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്കോ, ഉസ്മേ, ഉസ്പർ, ഉസ്സെ, ഉസ്നെ, ഉസ്കെ ലിയെ. കണ്ടോ, ഈ ഉസ്സിൻ്റെ കൂടെയാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഉസ്സിനൊരു മാറ്റവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഉസ് 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 എന്ന് തന്നെയാണ്. അപ്പോൾ വഹിൻ്റെ രൂപമാറ്റം എന്താണ്? ഉസ് ആണ്. വഹ് ഉസ്സായി മാറുന്നു എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഏത് വിഭക്തി പ്രത്യയം കൊണ്ട് ചേർത്ത് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റും. വഹിൻ്റെ രൂപമാറ്റം ഉസ് ആണ്, ഉസ്. ഇനി അതുപോലെ തന്നെ യഹ് ആണ് അല്ലേ. യഹിൻ്റെ രൂപമാറ്റം വരുന്നത് ഇസ്സാണ്. യഹ് ഇസ്സായിട്ടാണ് മാറുന്നത്. യഹ് എന്തായിട്ട് മാറുന്നു? ഇസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനോട് കൂടി നമ്മൾ കാ കേ കി കോ മേം പർ സേ നെ ഒക്കെ ചേർക്കുമ്പോൾ ഇസിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് എഴുതുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഇസ് എന്നതിൻ്റെ കൂടെ കാ ചേർത്തു, ഇസ്ക, ഇസ് കെ, ഇസ് കി, ഇസ് പിന്നെ കോ, ഇസ്കോ, ഇസ് പിന്നെ മേം, ഇസ്മേം, ഇസ്പർ, ഇസ്സേ, ഇസ്നെ, ഇസ്കേലിയേ. മനസ്സിലായ? അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹ് എന്തായിട്ടാണ് മാറിയത്? ഇസ് ആയിട്ടാണ് മാറിയത്. അപ്പം നമുക്കതിൽ നിന്ന് ഏത് വിഭക്തി പ്രത്യയം വെച്ച് എഴുതാൻ പറഞ്ഞാലും യഹിൻ്റെ മാറ്റം ഇസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. യഹിൻ്റെ മാറ്റം എന്താണ്? ഇസ് ആണ്. അപ്പം ഇസ്ക, ഇസ്കെ, ഇസ്കി, ഇസ്സേ, ഇസ്മേം, ഇസ്പർ അങ്ങനെ നമ്മൾ ചേർത്ത് എഴുതുക. ഇനി അതുപോലെ തന്നെ മേം ആണ്. മേം, മേമിന് മേം പ്ലസ് കാ മേരാ. മേം പ്ലസ് കാ എന്താണ്? മേരാ. മേം പ്ലസ് കെ മേരേ. മേം പ്ലസ് കീ എന്ന് പറയുമ്പോൾ മേരി. അപ്പം മേം എന്തായിട്ടാണ് മാറിയത്? മേരാ എന്നായിട്ടാണ് മാറിയത് അല്ലേ. മേം പ്ലസ് കാ മേരാ. പിന്നെ അതിനനുസരിച്ച് മേരേ, മേരി അങ്ങനെ വരും. അപ്പം കാ കെ കി എന്നതിനാണ് ആ മാറ്റം. മേമിൻ്റെ കൂടെ കാ കെ കി എന്ന് ചേർന്നാൽ മേരാ, മേരേ, മേരി എന്ന് വരും. മേം എന്നതിൻ്റെ കൂടെ കാ എന്ന് ചേരുമ്പോൾ മേരാ, കെ ചേരുമ്പോൾ മേരേ, കി ചേരുമ്പോൾ മേരി. അപ്പോൾ മേം എന്നതിൻ്റെ കൂടെ കാ കെ കി ചേർന്നാലുള്ള മാറ്റം നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ മേം എന്നതിനോട് കൂടി കോ ചേരുമ്പോഴാണ് പ്രത്യേകമായിട്ട് അതിന് മാറ്റം വരുന്നത്. മേമിൻ്റെ കൂടെ കോ ചേരുമ്പോൾ മുജ്കോ അല്ലെങ്കിൽ മുജേ. മേമിൻ്റെ കൂടെ കോ ചേരുമ്പോഴുള്ള മാറ്റമാണ് മുജ്കോ അല്ലെങ്കിൽ മുജേ. മേം പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജേ. മേം പ്ലസ് കോ മുജ്കോ മുജേ. അതുപോലെ തന്നെ മേം ചേരുമ്പോൾ മുജ്മേം. പിന്നെ ഫുള്ളും ഇപ്പോൾ മുജായിട്ടാണ് പറയാം. മുജ്മേം, മുജ്പർ, മുജ്സേ. നേ എന്നത് മേം നേ എന്ന് പറയും. നേ. മേം പ്ലസ് നേ ആണ് മേനെ. മേനെ, മേരേ ലിയേ. ഇനി അടുത്തത് വേ എന്നതാണ്. വേ എന്നതിൻ്റെ മാറ്റം
ഉൻ ആയിട്ടാണ് മാറുന്നത്. നമ്മൾ നേരത്തെ വഹ് ഉസ് ആയിട്ടാണ് മാറുന്നത് എന്ന് പറഞ്ഞു അല്ലേ. വഹ് എങ്ങനെയാണ് മാറുന്നത്? ഉസ് ആയിട്ട് മാറുന്നു. യഹ് ഇസ് ആയിട്ട് മാറുന്നു. വേ എന്നത് ഉൻ ആയിട്ട് മാറുന്നു. വേ എങ്ങനെയാണ് മാറുന്നത്? വേ ഉൻ ഉൻ ഉ പിന്നെ ന ഉൻ. വേ എങ്ങനെയാ മാറുന്നത്? ഉൻ. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ കാക്കേക്ക് ചേർക്കുമ്പോൾ ഉൻക ഉൻകെ. ഉൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേ വന്നോ, വേ വന്നു കഴിഞ്ഞാൽ അതിന് ഉൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. വേ വരുമ്പോൾ ഉൻ ആണ്. അപ്പോൾ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. വേ ഉൻ. അപ്പോൾ ഉൻക. വേ ഉൻ ആയതുകൊണ്ട് തന്നെ ഉൻക, ഉൻകെ, ഉൻകി, ഉൻകോ, ഉൻ, ഉൻമേം, ഉൻപർ, ഉൻസെ. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് വേ പ്ലസ് നെയാണ്. വേ പ്ലസ് നെ. വേൻ്റെ കൂടെ നേ ചേരുമ്പോഴുള്ള മാറ്റം. ഉനോനെ അല്ലെങ്കിൽ ഉനേം. മനസ്സിലായ? വേ എന്നതിൻ്റെ കൂടെ നേ ചേരുമ്പോഴുള്ള മാറ്റാണ് ഉനോനെ അല്ലെങ്കിൽ ഉനേം. ഉനേം എന്നും പറയും. ഊന്ന് എഴുതിയിട്ട് നാൻ്റെ പകുതി പിന്നെ ഹാ ഉനേം. ഉനേം. ഉനോനെ അല്ലെങ്കിൽ ഉനേം ആണ് വേ. വേ പ്ലസ് നേ ഉനോനെ ഉനേം. ഉനിക്കേലിയേ. യേ എന്നതിന് ഇന്നാണ്. യേ ഇൻ. യേ പ്ലസ് ക ഇൻക. യേ പ്ലസ് കെ ഇൻകെ. യേ പ്ലസ് കി ഇൻകി. യേ പ്ലസ് കോ ഇൻകോ. അപ്പം യേ എന്നത് എന്തായി മാറി? ഇൻ ആയി മാറി. യേ ഇൻ ആയി മാറി. വേ ഉൻ ആയി മാറി. വേ ഉൻ. ഉ എന്നും ന എന്നും ഉൻ. യേ ഇൻ. ഇ എന്നും ന എന്നും ഇൻ. യേ ഇൻ. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട മാറ്റം. വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് ഏത് ചോദിച്ചാലും ഉത്തരം തെറ്റാതെ എഴുതാൻ യേ എന്നത് ഇന്നായി മാറുന്നു. വേ ഉൻ ആയി മാറുന്നു. മേം മേര ആയിട്ടും മുജായിട്ടും മാറുന്നുണ്ട്. മുജുക്കോ. അത് നമ്മൾ പ്രത്യേകം നോക്കി പഠിച്ചു വെക്കണം. വഹ് അതുപോലെ തന്നെ ഉസ് ആയിട്ട് മാറുന്നു. യഹ് ഇസ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് അത്ര പ്രധാനമായിട്ട് ചോദിക്കാറില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ 3 എണ്ണവും കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ 3 എണ്ണവും കൂടെ. ആപ്പ് പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ആപ്പിൻ്റെ കൂടെ എല്ലാം അതുപോലെയാണ് ചേർക്കുക ചെയ്യുക. ആപ്ക, ആപ്കി, ആപ്കി, ആപ്കോ, ആപ്മേ, ആപ്പർ, ആപ്സെ. അത് ആപ്പിൻ്റെ കൂടെ എല്ലാതും കാക്കേക്ക് എന്താണ് തന്നതൊക്കെ അതുപോലെയാണ് ചേർക്കുകയാണ് ചെയ്യുക. പിന്നെ ഹം എന്നുള്ളതാണ് ഹമാര എന്നായി മാറുന്നത്. ഹം ഹമാര, ഹമാരേ, ഹമാരി. അങ്ങനെയാണ് ഹം വരുന്ന മാറ്റം. തും വരുന്നത് തുമാര, തുമാര, തുമാരേ, തുമാരി, തുംകോ, തുമേം, തുംപർ, തുംസെ, തുംനെ, തുമാരേ ലിയേ. അങ്ങനെയാണ് തും എന്നതിന് വരുന്ന മാറ്റം. ഇനി അടുത്തത് തു ആണ്. അത് നമ്മൾ നേരത്തെ മേം പഠിച്ചില്ലേ? മേ പ്ലസ് ക മേര. അതുപോലെയാണ് തു. തു പ്ലസ് ക തേര. തു എന്നത് എന്തായി മാറുന്നു? തേര എന്നായിട്ട് മാറുന്നു. തേര, തേരേ, തേരി. തു എന്നത് തേര, തേരേ, തേരി. തുജുക്കോ, തുജ്മേം, തുജ്പർ, തുജ്സെ, തൂനെ, തേരേ ലിയേ. അപ്പം നമ്മൾ മേം എന്നതിൻ്റെ വ്യത്യാസം പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ തു എന്നതിനും വ്യത്യാസം വരുന്നത്. മനസ്സിലായല്ലോ? തു പ്ലസ് ക തേര, തു പ്ലസ് കെ തേരേ, തു പ്ലസ് കി തേരി. അത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട വിഭക്തി പ്രത്യയങ്ങൾ. മനസ്സിലായല്ലോ? ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 മോഡലും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ്. ഒന്ന് മുഹാവരെ ചോദിക്കും, പിന്നെ വിഭക്തി പ്രത്യയം എഴുതാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിശേഷണ ശബ്ദം. ഇത് 3ഉം എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.